നമ്മുടെ ചെവിക്കും ഒരു റോളുണ്ട്. ചെവിക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഔട്ടർ ഇയർ അല്ലെങ്കിൽ ബാഹ്യകർണം, മധ്യകർണം അല്ലെങ്കിൽ മിഡിൽ ഇയർ, ഇന്നർ ഇയർ അല്ലെങ്കിൽ ആന്തരകർണം. ഇതിൽ ഇന്നർ ഇയറിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ചെറിയ ചില വ്യതിയാനങ്ങളാണ് ഈ പറഞ്ഞ അസുഖത്തിന് കാരണം. ബിനൈൻ പാരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ എന്ന അസുഖത്തിന് കാരണം. ഇതിനോടടുപ്പിച്ചുള്ള തലകറക്കം അനുഭവപ്പെട്ടാൽ രോഗിക്ക് വളരെ നിസ്സാരമായി ഒരു OP അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ വെച്ച് തന്നെ അസുഖം കണ്ടുപിടിക്കുകയും അതിന് വേണ്ടുന്ന ചികിത്സ ചെയ്യാവുന്നതുമാണ്. തലകറക്കം അനുഭവപ്പെടുന്ന രോഗി സാധാരണയായി ഒരു ENT അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ, ഒരു ന്യൂറോളജി ഡോക്ടർ ഇവരുടെ അടുക്കലായിരിക്കും ചികിത്സ തേടുന്നത്. ഇത് വരുന്ന രോഗികളിൽ മറ്റ് ന്യൂറോളജിക്കൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് ഉറപ്പാക്കുകയാണ് ആദ്യത്തെ നടപടി. അപ്പോൾ അതും നമുക്ക് OPയിൽ വെച്ച് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ചെവി സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഈ പറഞ്ഞ ഇന്നർ ഇയർ അല്ലെങ്കിൽ ആന്തരകർണത്തിലുള്ള വ്യതിയാനങ്ങൾ അത് ഏത് വശത്താണ്, ഇടതുവശമാണോ വലതുവശമാണോ ആണെങ്കിൽ തന്നെ ആന്തരകർണത്തിൽ ഏത് ഭാഗത്തെയാണ് ബാധിച്ചിരിക്കുന്നത് എന്നറിയാനുള്ള എക്സസൈസ് പോലെയുള്ള ലളിതമായ ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ്. ഈ ടെസ്റ്റുകൾ ചെയ്ത് ഏത് വശത്താണ് ഏത് ഭാഗത്തെയാണ് ബാധിച്ചതെന്ന് അറിഞ്ഞതിന് ശേഷം അത് ശരിയാക്കാനുള്ള എക്സസൈസുകൾ അത് നമുക്ക് OPയിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. ഈ എക്സസൈസുകൾ ചെയ്യുന്നതോടുകൂടി രോഗി രോഗവിമുക്തനാകുകയാണ്. ഒരു 90% ആളുകളിലും ഈ കറക്റ്റീവ് മാനുവേഴ്സ് എക്സസൈസിൻ്റെ പേരതാണ്. അത് ചെയ്യുന്നതോടുകൂടി രോഗിക്ക് പൂർണ്ണ സുഖം അനുഭവപ്പെടുന്നു. പക്ഷേ ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും വരാവുന്നതാണ്. അതായത് പതിവില്ലാത്ത ജോലികൾ, മേൽ പറഞ്ഞ പോലെ പെട്ടെന്ന് കുനിഞ്ഞ് നിവരുക, തറ തുടയ്ക്കുക, അങ്ങനെയുള്ള പൊസിഷൻസിലേക്ക് വരുമ്പോൾ വീണ്ടും ചിലപ്പോൾ മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഇതേ തലകറക്കം ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ രോഗിയും രോഗിയുടെ കൂടെ ഉള്ളവരും ഇതിനെക്കുറിച്ച് അവബോധമുള്ളവരായിരിക്കണം. ഈ സിംറ്റംസ് വരുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പ്രായമുള്ളവരിൽ വീഴ്ചയും അതിനെ തുടർന്നുള്ള എല്ലുപൊട്ടലുമാണ് നമ്മൾ ഒഴിവാക്കാൻ നോക്കേണ്ടത്. പിന്നെ സാധാരണയായി ഈ പൊസിഷണൽ ടെസ്റ്റുകൾ അല്ലെങ്കിൽ കറക്റ്റീവ് മാനുവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അധികം ഗുളികകൾ കൊടുക്കാറില്ല. അതായത് തലകറക്കം നിയന്ത്രിക്കാനുള്ള ഗുളികകൾ. അത് കൂടുതലും മരുന്നുകൾ കൊടുക്കുന്നത് അമിതമായ തലകറക്കം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നെ ഇപ്പം പ്രായമായവർ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ അപ്പോഴത്തെ ആവശ്യത്തിന് കഴിക്കാൻ മാത്രം ഉള്ള ഗുളികകളെ കൊടുക്കാറുള്ളൂ. പിന്നെ എല്ലാവരിലും ഈ പൊസിഷണൽ ടെസ്റ്റ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഉദാഹരണത്തിന് നട്ടലിന് പ്രശ്നമുള്ളവർ, നട്ടലിന് പൊട്ടലുള്ളവർ, ഡിസ്കിൻ്റെ പ്രശ്നങ്ങളുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ സുഷുമ്നാ നാഡി കടന്നു പോകുന്ന കനാൽ, സ്പൈനൽ കനാൽ ചുരുങ്ങുന്നവർ, അല്ലെങ്കിൽ കഴുത്തിന് അമിതമായ വേദനയുള്ളവർ, അല്ലെങ്കിൽ നടുവേദനയുള്ളവർ, അങ്ങനെയുള്ളവരിൽ നമുക്ക് ചിലപ്പോൾ ഈ പൊസിഷണൽ ടെസ്റ്റോ അതിൻ്റെ കറക്റ്റീവ് മാനുവറോ ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ള രോഗികളിൽ അമിതമായ തലകറക്കം നിയന്ത്രിക്കാനായി ഗുളികകൾ അല്ലെങ്കിൽ മരുന്നുകൾ കൊടുക്കേണ്ടി വരും. അത് സാധാരണയായി ഡോസ് കുറച്ച് രോഗിയുടെ ബുദ്ധിമുട്ടുകൾ കുറയുന്നതനുസരിച്ച് നമുക്ക് മരുന്നുകൾ നിർത്താവുന്നതാണ്. ഇപ്പോൾ ഈ രോഗത്തെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നന്ദി. നമസ്കാരം. ഞാൻ ഡോക്ടർ KR ജനാർദ്ദനൻ നായർ, സ്ലീവ മെഡിസിറ്റി പാലായിലെ ഹോമിയോപ്പതി വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റ് ആണ്. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഹോമിയോപ്പതിയും ഓട്ടിസം എന്ന അസുഖവുമായി ബന്ധപ്പെട്ടാണ്. ജൂൺ 18 ഓട്ടിസം പ്രൈഡ് ഡേ ആണ്. നമ്മൾ ഓട്ടിസം ബാധിച്ചിരിക്കുന്ന കുട്ടികളെ അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പ്രത്യേക ദിവസമാണ് ജൂൺ 18 എന്ന് പറയുന്ന ഓട്ടിസം പ്രൈഡ് ഡേ. നമ്മൾ സ്ലീവ മെഡിസിറ്റിയിൽ ഹോമിയോപ്പതി വിഭാഗത്തിൽ കുട്ടികളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക പരിഗണന കൊടുത്ത് ചികിത്സിക്കുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടനുബന്ധിച്ച് നമ്മളുടെ OPD സംവിധാനമുണ്ട്. നമ്മൾ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. പല സ്കൂളുകളിലും
അവരാവശ്യപ്പെടുന്നതനുസരിച്ച് അവെയർനെസ് പ്രോഗ്രാം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി നടത്തുന്നുണ്ട്. അങ്ങനെ അവരുടെ ഈ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള വൈകല്യങ്ങൾ ബാധിച്ചിട്ടുള്ള, അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ള ആ കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേക ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും നൽകി അതോടൊപ്പം തന്നെ തുടർ ചികിത്സ ആവശ്യമുള്ള കേസുകളിൽ മാർ സ്ലീവ മെഡിസിറ്റിയിൽ കൊണ്ടുവരികയും അവർക്ക് വിദഗ്ധമായിട്ടുള്ള ഹോമിയോപ്പതി ചികിത്സയും അതോടൊപ്പം തന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ സേവനം ലഭ്യമാക്കുന്നുണ്ട്. അതുപോലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അവരുടെ സേവനം ഇവിടെ ലഭ്യമാണ്. അതുപോലെ സ്പീച്ച് തെറാപ്പിസ്റ്റ്, അതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഇവരെല്ലാം സംയോജിപ്പിച്ച് ഒരു സമഗ്രമായ ചികിത്സാ പദ്ധതിയാണ് കുട്ടികളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് മാർ സ്ലീവ മെഡിസിറ്റി ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതും. കഴിഞ്ഞ 6-7 മാസമായി OPD തുടങ്ങുന്ന നമ്മളുടെ നവംബർ 1 മുതൽ ഏതാണ്ട് 175ഓളം കുട്ടികൾ പലതരത്തിലുള്ള ബിഹേവിയർ പ്രോബ്ലംസ്, ADHD മുതലായ, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, കുട്ടികളിൽ അടങ്ങിയിരിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ആ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അതുപോലെ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു പഠന വൈകല്യം, ഇത് സാധാരണയായി ആരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന ഒരു ഏരിയയാണ്. വളരെ അപൂർവം ഡോക്ടർമാർ മാത്രം അതിനകത്ത് ചികിത്സിക്കുകയും കുട്ടികളെ റിക്കവർ ചെയ്യിച്ച് നോർമൽ കണ്ടീഷനിൽ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡറിന് വേണ്ടി സ്കൂൾ ബേസ്ഡ് ആയിട്ടൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയും 47 കുട്ടികൾ ഈ കാലം അത്രയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം നമ്മുടെ ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് നല്ല രീതിയിൽ റിമാർക്കബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് തന്നിട്ടുമുണ്ട്. ഇത് മുമ്പോട്ട് ഒരു ഹോമിയോപ്പതിയുടെ ചൈൽഡ് വെൽനസ് ക്ലിനിക്കായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ്, കണ്ടക്ട് ഡിസോർഡേഴ്സ്, അതുപോലെ കുട്ടികളിൽ കണ്ടുവരുന്ന പെരുമാറ്റ വൈകല്യങ്ങൾ, അതുപോലെ മറ്റ് ഡിപ്രഷൻ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ഇവയെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ചികിത്സിക്കുന്ന ഒരു അസുഖമാണ്. എന്നാൽ ഓട്ടിസ്റ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന അസുഖം ഈ അസുഖങ്ങളെ അപേക്ഷിച്ച് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവവിശേഷങ്ങളുള്ള ഒരസുഖമാണ്. അതും ഈ പറഞ്ഞ അടുത്ത കാലത്ത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഒരു നോർമലായിട്ട് ജനിച്ചു വരുന്ന കുട്ടി 1 വയസ്സിനും 3 വയസ്സിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ഓട്ടിസ്റ്റിക് സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് വളരെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുന്ന ഒരു മാതാപിതാക്കൾക്ക് 1 വയസ്സ് മുതൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കാം. അല്ലെങ്കിൽ 3 വയസ്സാകുമ്പോഴത്തേക്കും ശരിയായി അതിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ ആ കുട്ടിക്ക് തരണം ചെയ്യാൻ വയ്യാതെ വരുമ്പോൾ നമ്മൾ ഈ കുട്ടി ഓട്ടിസ്റ്റിക് ആണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ശതമാനം കുട്ടികളിൽ അതിൻ്റെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി പൂവറായിരിക്കും, മാന്ദ്യമുണ്ടായിരിക്കാം. അതുപോലെ പ്രതികരണശേഷി അങ്ങനെയുള്ള കുട്ടികൾക്കുമാണ്. ആവശ്യമനുസരിച്ച് പ്രതികരിക്കാൻ കഴിവില്ല. ഇപ്പോൾ 1-2 വയസ്സുള്ള കുട്ടികൾ മറ്റു കുട്ടികളോട് ഇടപെടുന്നത് വളരെ ക്വിക്കായിട്ടായിരിക്കും. പെട്ടെന്ന് ഒരു പിയർ അട്രാക്ഷൻ, മറ്റു കുട്ടികളോടുള്ള ഒരു ബന്ധം ആ കുട്ടി സ്ഥാപിക്കും. ഈ കുട്ടികൾക്ക് അങ്ങനെ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള കഴിവില്ല. അത് മിണ്ടാതിരിക്കും, ഉൾവലിയുന്ന ഒരു പ്രകൃതമായിരിക്കും കൂടുതലും കണ്ടുവരുന്നത്. നമ്മൾ പല സ്റ്റിമുലേഷൻസ് കൊടുത്തു കഴിഞ്ഞാലും മറ്റു കുട്ടികളുമായിട്ട് ഇടപെടാനോ അതിൻ്റെ ആശയവിനിമയം നടത്താനോ സാധിക്കാത്ത രീതിയിൽ അത് വിഡ്രോൺ ആയിട്ട് കാണുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ തിരഞ്ഞെടുത്ത് അവരുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, എന്തുമാത്രം വൈകല്യം ബാധിച്ചിട്ടുണ്ട്, എന്തുമാത്രം ബുദ്ധിമാന്ദ്യമുണ്ട്, അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് സ്പീച്ച് തെറാപ്പി മാതിരിയുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ 3 മാസമാകുമ്പോൾ കമിഴ്ന്നു വീഴുന്നു, 1 വയസ്സാകുമ്പോൾ പിടിച്ചു നടക്കാൻ തുടങ്ങുന്നു. ഈ മാനദണ്ഡങ്ങൾ, മൈൽ സ്റ്റോൺസ് ഈ കുട്ടി ശരിയായിട്ട് തരണം ചെയ്തു എന്ന് വരത്തില്ല. അപ്പോഴാണ് മാതാപിതാക്കൾ ശ്രമിക്കുന്നത് ഈ കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യമുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് ആ കാലയളവിൽ മനസ്സിലാക്കി ഈ ട്രെയിനിങ് അതോടൊപ്പം തന്നെ ശരിയായി നമ്മൾ നിർണയിച്ചിട്ടുള്ള ഹോമിയോ മരുന്നും കൂടി ആരംഭിക്കുകയാണെങ്കിൽ ആ കുട്ടികളെ ഒരു നല്ല ശതമാനം നോർമൽ രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇതിൻ്റെ
പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് ഇടപെടാൻ സാധിക്കാതിരിക്കുക, ഉൾവലിയുന്ന പ്രകൃതം, അനാവശ്യമായി വഴക്കുകൾ ഉണ്ടാക്കുക, തന്നെത്താൻ മാത്രം ഇരുന്ന് കളിക്കാൻ വേണ്ടിയുള്ള ടെംപ്റ്റേഷൻ കാണിക്കുക, മറ്റു കുട്ടികളുമായിട്ട് മിക്സ് ചെയ്യാതിരിക്കുക, പിന്നെ ഇൻ്റലക്ച്വൽ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിരിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ പ്രായത്തിലുള്ള കുട്ടി ചെയ്യേണ്ടതുണ്ട്. ആ തലത്തിൽ ആ പ്രായത്തിൽ വേണ്ട പ്രവർത്തനങ്ങൾ കുട്ടി ഏറ്റെടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇത് ഈ തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഡയഗ്നോസിസിനും രോഗനിർണയത്തിന് ഒരു ഡോക്ടറുടെ സഹായം വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ അസുഖത്തിൻ്റെ കാരണങ്ങളെപ്പറ്റി പറയുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ മാത്രമേ ഉള്ളൂ ഇതുവരെ. വ്യക്തമായിട്ടുള്ള ഒരു കാരണമാണ് ഈ അസുഖം ഉണ്ടാകുവാൻ എന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. അതായത് പാരമ്പര്യം, അതോടൊപ്പം തന്നെ ജനിതകമായിട്ടുള്ള പ്രത്യേകതകൾ, അതോടൊപ്പം സാഹചര്യങ്ങൾ മൂലമുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം ഇതിന് കാരണമായിട്ട് ഭവിക്കാറുണ്ട്. എന്നാൽ വ്യക്തമായിട്ടും ഇന്ന കാരണം കൊണ്ടാണ് ഓട്ടിസ്റ്റിക് ഡിസോർഡേഴ്സ് നമ്മൾ കുട്ടികളിൽ കണ്ടുവരുന്നത് എന്ന് പറയുവാൻ സാധ്യമല്ല. ഈ ഒരു അസുഖത്തിന് കാരണങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ വ്യക്തമായ ചികിത്സയും നമുക്ക് ലഭ്യമല്ല ആധുനിക വൈദ്യശാസ്ത്രപ്രകാരം. ആധുനിക വൈദ്യശാസ്ത്രപ്രകാരം ഈ കുട്ടികളിൽ കണ്ടുവരുന്ന സ്വഭാവ വൈകല്യങ്ങൾക്ക് ചികിത്സകൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സ്പീച്ച് തെറാപ്പി, ആക്ടിവിറ്റീസ് ട്രെയിനിങ്ങുകൾ, അതുപോലെ സപ്പോർട്ടീവ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, മറ്റ് സപ്പോർട്ടീവ് തെറാപ്പി എല്ലാം ഇതിന് ഉപകരിക്കുന്നുണ്ട്. നമ്മൾ ശരിയായി തിരഞ്ഞെടുത്തിട്ടുള്ള ഹോമിയോപ്പതി മെഡിസിൻസ് ഒരു രോഗിയുടെ ലക്ഷണങ്ങളെ വിശദമായി പഠിച്ച് ആ തരത്തിലുള്ള അതിനനുസൃതമായിട്ടുള്ള ഹോമിയോ മരുന്നുകൾ കൊടുക്കുമ്പോൾ ഈ രോഗികളിൽ വ്യക്തമായ മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. നമ്മൾ ചികിത്സിച്ചു വരുന്ന എല്ലാ രോഗികളിലും നമുക്ക് ഒരു നല്ല ശതമാനം പ്രോഗ്രസ് നോട്ട് ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട്. രോഗലക്ഷണങ്ങളെ വിശദമായിട്ട് പഠിക്കുക, അതിനനുസൃതമായിട്ടുള്ള ഹോമിയോപ്പതി മരുന്നുകൾ കണ്ടുപിടിക്കുക, ഇതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം. ഇതിനകത്ത് നമ്മളിവിടെ കണ്ടുവരുന്ന കേസുകളിൽ ഒരു നല്ല ശതമാനവും സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, കണ്ടക്ട് ഡിസോർഡർ തുടങ്ങിയ അസുഖങ്ങളാണ്. ഇവയിലെല്ലാം തന്നെ നല്ല വ്യത്യാസം കണ്ടുവരുന്നുണ്ട് ഹോമിയോപ്പതി ചികിത്സയിലൂടെ. ഇതിനൊക്കെ ഉപരിയായിട്ട് തന്നെ ഒരു തരത്തിലും വ്യത്യാസം കണ്ടുവരാത്ത ഡൗൺ സിൻഡ്രോം മാതിരിയുള്ള കേസുകളിൽ പോലും നമുക്ക് ഹോമിയോപ്പതി മരുന്നുകളിൽ നിന്ന് വ്യത്യാസം ലഭിക്കുന്നുണ്ട്. സാധാരണയായി കാൽക്കേറിയ കാർബ്, കാൽക്കേറിയ ഫ്ലോർ, കാൽക്കേറിയ ഫോസ്, സിഫിലിനം, തൂജ, നൈട്രിക് ആസിഡ്, ഫോസ്ഫറസ് മുതലായ മരുന്നുകൾ ഇതിന് വളരെയധികം ഫലവത്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു 6 മാസം മുതൽ 1 വർഷം വരെ ചികിത്സിക്കുമ്പോൾ ഇങ്ങനെയുള്ള രോഗികളിൽ നമുക്ക് വ്യക്തമായ മാറ്റങ്ങൾ കണ്ടുവരുവാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ദിനത്തിൽ ഈ കുട്ടികൾക്ക് ആശംസിക്കുവാനുള്ളത് ഏറ്റവും നല്ല ഒരു ആരോഗ്യകരമായ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഹോമിയോപ്പതി ചികിത്സയോടൊപ്പം നമ്മൾ സ്പീച്ച് തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് മുതലായ എല്ലാ അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും കൂടിച്ചേർത്തുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾക്ക് ഒരു കൈ കൊടുത്ത് സഹായിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നാണ്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ബിഹേവിയർ പ്രോബ്ലംസ് മീറ്റ് ചെയ്യുന്ന കുട്ടികളും അതുപോലെ തന്നെ ഓട്ടിസ്റ്റിക് ഡിസോർഡേഴ്സ് ബാധിക്കുന്ന കുട്ടികൾക്കും ആശംസകൾ നേർന്നുകൊള്ളുന്നു.
Today, myself, Dr. Poojati Amal, a consultant in the Department of Ayurveda, Sleeva Medicity, is very glad to present before you a small introduction about Ayurveda. What is Ayurveda? As everybody knows, it's a traditional form of medicine, it's an Indian system of medicine, it's a herbal medicine, and what some people like to prefer to call it as an alternative system of medicine. But today what I would like to stress upon is Ayurveda is a scientific based medicine. So when you talk about scientific based medicines, all the concepts and principles with regard to the anatomy, with regard to the physiology, with regard to pathology, with regard to the pathogenesis or the treatment principles, everything is based on the total concept of science, and the whole thing is studied in detail according to the vision of the acharyas, and hence everything is systematic, logic, and what is happening in the real sense. And the another unique concept in Ayurveda is about the personalized approach towards medicine. This is very peculiar to Ayurveda, which I will detail in the future slides. Another peculiar feature is about how Ayurveda is a holistic medicine. Ayurveda considers human being beyond his physical framework, and you can see whenever an Ayurvedic doctor talks to you, he inquires about your mental status, he inquires about your interactions with the exterior or with other, could be anything, with your universe. So this is very much ideal, and this is also very unique to the principles in Ayurveda. And another point which I would like to stress is, like the other systems of medicine, Ayurveda is also an evidence-based medicine. So whatever has been dealt in the scriptures of Ayurveda, they are totally evidence-based. Now what does Ayurveda do? Like all of us know, Ayurveda deals mainly with the subject of how to fight a disease or how to gain health, but the intended outcome of Ayurveda is about achieving homeostasis. Now what is homeostasis? It is achieving a state of equilibrium, and this equilibrium has to be maintained at all points of time, and maintaining the state of equilibrium is not a very simple process, because it involves very many factors inside the body and its interaction with the external universe. Now there are three factors which can directly influence and interact with these factors that are causing unbalance or imbalance in the homeostasis. So how do we target them directly? One is through substances. So by the administration of materialistic substances, we are able to directly target those elements which are responsible for the homeostasis in a human being. And the other sense is to use qualities, or to put it in a better way, to use the chemical composition or the chemical properties of a substance more than the substance itself. So that also tries to alter the homeostasis directly. And these are the exterior factors. When you look into the internal factors, this is also very peculiar to the system of Ayurveda, where the individual himself is able to cause a change in this imbalance. And how does one do it? Today we call it in a fancy term called lifestyle. So here, how a person's activities which can be regulated can cause a change in the homeostasis. And apart from physical activities, the psychic factor or the qualities of the mind can also alter this homeostasis. So before we go to the details of Ayurveda, I would first like to give you a general idea about what is Ayurveda. So everybody knows Ayurveda is a combination of two terms, Ayu and Veda. Ayu means life and Veda means knowledge or science. Now what is Ayu in the whole sense, or from the sense of Ayurveda? This factor called Ayu is a factor that is responsible to keep a person alive, to keep a person always unconscious, and it is this factor that will regulate and direct and control one's activities within himself and one's activities with the external universe. So this is the broad line or broad spectrum of Ayu in Ayurveda. Now what is its relevance in the system of Ayurvedic medicine? So we are coming to an Ayurvedic doctor to treat us of our disease or to improve our health. And why is it required to know about this factor called Ayu?
it is very, very relevant because this factor called Ayu is about, like I previously described, it's about, so with this regard, achieving homeostasis becomes a needful act for every human being, be it a sick person or be it a healthy person. So like I said, the need for achieving this homeostasis according to the principles of Ayurveda is to reap the fruits of a long life. So by attaining this homeostasis, one also achieves in turn a very long lifespan, and one is able to lead a happy life, and one is also able to lead a beneficial life. Now what is the meaning of happy life according to the principles of Ayurveda? Leading a disease-free body and a disease-free mind is termed as happy life in Ayurveda. And what is the meaning of a beneficial life? So this is beyond the health of the individual himself. Now this is also a concept very unique to the principles of Ayurveda, because the concept of health is not limited. It is not restricted to the human being or to that particular individual himself, but it also relates to the health between him and his exterior, which I would prefer to call as universe. So to achieve this, the methodology that is adopted in Ayurveda is a very subjective one. So when you come to a doctor, to an Ayurvedic doctor, there are no standard protocols to treat a person. So here the disease is not the primary aspect, although it is the chief aspect that the physician is intended to work on. Here the primary factor that the doctor always focuses on is the subject or the individual himself. And now when we say individual, what do we consider in him? We consider his physical constitution, we also consider his mental constitution, and apart from it we also understand the space-time relation of this individual. So by saying space-time, what I refer to the environment, its effects on the subject, the climate and its effect on the subject, and then a combination of all these we try to understand the disease. Like I said, although every disease in Ayurveda has been given a basic understanding or a basic protocol, when it reflects in the individual, it is called expressive pathogenesis. Although it has a basic protocol, because of the multiple factors involved in the human being or involved in the complex human system, we are forced to look at it from the expressive point of view. To again give you a short understanding of Ayurveda, Ayurveda is beyond treating a disease. Although it refers to treating a disease, it's one step beyond it. It is about maintaining health. There again it's one step beyond, because it helps in allowing the individual to lead a quantitative life and a qualitative life, but it doesn't end there too. It's again one step ahead, because through the principles of Ayurveda, through following or implementing the principles of Ayurveda in one's life, one is also able to contribute to the wellness of his universe.
ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഫാദർ ബിജു കുന്നക്കാട്ട്, പാലാ രൂപതക്കാരനായ വൈദികനാണ്. ഇപ്പോൾ പാലാ ചേർപ്പങ്കലിലുള്ള മാർ സ്ലീവ മെഡിസിറ്റിയിൽ ഡയറക്ടറായി ശുശ്രൂഷ ചെയ്യുന്നു. ഒത്തിരി സന്തോഷത്തോടെയാണ് ചരിത്രസഭ എന്ന ഒരു ഭക്തിഗാന ആൽബത്തിൽ പാടാനുള്ള അവസരത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്. കേരളത്തിൽ വിവിധ രൂപതകളിലും വിവിധ സ്ഥലങ്ങളിലും നിന്നുമായി 25ഓളം വൈദികർ അണിനിരക്കുന്ന ഭക്തിഗാന ആൽബമാണ് ചരിത്രസഭ. ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് അമൂല്യമായ പല ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുള്ള പ്രിയപ്പെട്ട KG പീറ്റർ സാറാണ് ഈ ഗാനങ്ങളുടെ എല്ലാ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്.